സാറാമ്മേ, ഒന്ന് പറയാനുണ്ട്. പ്രേമത്തെക്കുറിച്ച് പുതിയത് വല്ലതും പറയാനാണെങ്കിൽ ഞാനത് കേട്ട് കേട്ട് മടുത്തു. സാറാമ്മേ. പറഞ്ഞോളൂ. ഞാൻ ശമ്പളം വാങ്ങുന്നതല്ലേ, കേൾക്കാതെ ഒക്കുവോ? സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദമാണ്. ഇതാണോ പറയാൻ ഭാവിച്ചത്? അല്ല. പിന്നെ? സാറാമ്മയും എന്റെ കൂടെ വരണം. എനിക്ക് അവിടെ പോയി ഒറ്റയ്ക്ക് താമസിക്കാൻ വയ്യ. ഭയമാണോ? സാറാമ്മേ, ഞാൻ സാറാമ്മയെ സാറാമയെ സ്നേഹി ഇത് 1,09,000 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ. ഈ സ്നേഹം എന്ന് പറഞ്ഞ എന്താ? സ്നേഹം, പ്രേമം എന്നൊക്കെ പറയുന്നത് അതൊരുമാതിരി നിലാവെളിച്ചം പോലെയാണ്. മധുരസുന്ദര സുരഭിലമായ നിലാവെളിച്ചമാകുന്നു പ്രേമം. മധുരസുന്ദര സുരഭിലമായ നിലാവെളിച്ചം അതല്ലേ ഈ സ്ത്രീകളുടെ തലയ്ക്കകത്തുണ്ടെന്ന് പറയുന്നത്? സ്ത്രീകളുടെ തലയ്ക്കകത്തുള്ളത് വെറും ഒഴുക്കൻ നിലാവെളിച്ചമാണ്, വെറും സാധാ. സന്തോഷം. സാറാമ്മ വരുമോ? വന്നിട്ട് എന്റെ ഭാര്യയായി ജീവിക്കണം. നാം 2 മതക്കാരല്ലേ? അതിനെന്താ, നമുക്ക് രജിസ്റ്റർ വിവാഹം ചെയ്യാമല്ലോ. സ്ത്രീധനം ഒന്നും വേണ്ടേ? സാറാമ്മ തന്നെ സ്ത്രീധനം. നിർത്തണേ, വേറെയുമുണ്ട് സംശയം. പറയൂ, കേൾക്കട്ടെ. നാം വിവാഹിതരായാൽ വലിയ കുഴപ്പങ്ങൾ ഞാൻ കാണുന്നു. നമ്മൾ 2 സമൂഹം, എപ്പോഴും നമുക്കിടയിൽ ചർച്ചും അമ്പലവും. ന്യായമായ ചിന്ത. നമുക്കിടയിൽ സ്നേഹവും വിശ്വാസവും ഉണ്ടായിരിക്കണം. ക്ഷമ, സഹാനുഭൂതി, കാരുണ്യം ഇവ മറക്കരുത്. തിരിഞ്ഞു. ഇനിയും സംശയം ഉണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ ദിസ് കേശവൻ നായർ തീർത്തു തരും. പോരെ? പറയാൻ നാണം തോന്നുന്നു. നാണിച്ച് സുന്ദരമായി തന്നെ പറഞ്ഞോളൂ. നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ? അവർ ഏത് ജാതിയിലാവും വളരുക? നമുക്കവരെ ഒരു ജാതിയിലും വളർത്തണ്ട. അവരങ്ങനെ നിർമ്മതരായി വളരട്ടെ. പ്രായമായി വരുമ്പോൾ അവർക്ക് ഹൃദ്യമായത് സ്വീകരിക്കട്ടെ. എപ്പടി? ന്യായം. പേരോ? എന്റെ ആദ്യത്തെ കുഞ്ഞ് ആണാണെങ്കിൽ ആ തങ്കക്കുട്ടന് എന്തു പേരിടും? ചേട്ടാ, വാസ്തവമാണല്ലോ. എന്ത് പേരിടും? ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും പറ്റില്ല. പിന്നെന്ത് പേരിടും? നമുക്ക് മറ്റേതെങ്കിലും മതത്തിന്റെ പേരിട്ടാലോ? അപ്പോ ആ സമുദായക്കാരനാണ് എന്റെ തങ്കക്കുട്ടനെന്ന് ആളുകൾ വിചാരിക്കില്ലേ? റൈറ്റ്. ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത പേര് വേണം. ചൈന പേരായാലോ? ഡങ് ഡിങ്കാഹോ. ഇത് മതിയോ? ഡങ് ഡിങ്കാഹോ. എടാ മോനെ ഡങ് ഡിങ്കാഹോ, നീ എവിടെയാണടാ ഡങ് ഡിങ്കാഹോ? അയ്യേ, എന്റെ മോന് ഈ പേര് വേണ്ട. എങ്കിൽ റഷ്യനുണ്ട്, സ്കീ എന്ന് ചേർത്താൽ മതി. എന്ത്? സ്കീ? ചപ്ലോസ്കി. ചപ്ലോസ്കി വേണ്ട. ആണോ? എന്നാൽ കിട്ടിയിരിക്കുന്നു സ്റ്റൈലൻ പേരുകൾ. ഇന്ത്യ, പ്രേമലേഖനം, ചെറുകഥ, നാടകം, കൊടുങ്കാറ്റ്, നിലാവെളിച്ചം, ചെമ്മീൻ കണ്ണൻ. ഒന്ന് നിർത്തണേ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടാ മോനെ ചെറുകഥേ, എടാ മോനെ ചെമ്മീൻ കണ്ണാ, നീ എവിടെയാണടാ നിലാവെളിച്ചമേ? ബോധിച്ചോ? ഇല്ല. വഴക്ക് വേണ്ട. നമുക്ക് പേര് എഴുതി നറുക്കിട്ടെടുക്കാം. സമ്മതിച്ചോ? സമ്മതിച്ചു. മിഠായി. ആകാശം. മിഠായി ആകാശം. എടാ മോനെ മിഠായി ആകാശം. റോങ്. ഇങ്ങനെ വിളിക്കൂ, ആകാശ മിഠായി. എടാ മോനെ ആകാശമിഠായി, നീ എവിടെയാണടാ ആകാശമിഠായി? ഗംഭീരമായിരിക്കുന്നു. ആകാശമിഠായി. ശ്രീമാൻ ആകാശമിഠായി, മിസ്റ്റർ ആകാശമിഠായി, സഖാവ് ആകാശമിഠായി. എന്റെ തങ്കക്കുട്ടൻ കമ്മ്യൂണിസ്റ്റ് ആണോ? എടാ, ആവട്ടെ. ഏത് ഡുങ്കാസിലും ചേരട്ടെ. അവന്റെ ഇഷ്ടം, അല്ലാതെന്താ? എന്നാൽ എന്റെ മോന്റെ ഇഷ്ടം പോലെ ആവട്ടെ. സ്വാർത്ഥത. ആരെങ്കിലും കേട്ടാൽ ആകാശമിഠായി എന്റെ മോനല്ലെന്ന് പറയും. അതെന്താ? സാറാമ്മ പറഞ്ഞപ്പോഴെല്ലാം സാറാമ്മയുടെ മകൻ എന്നാണ് പറഞ്ഞത്. അതിനെന്താ? നമ്മുടെ മകൻ എന്ന് പറയടി. എടീന്നോ? ഞാൻ വെറുതെ അതേപ്പറ്റിയൊക്കെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ.
അതുകൊണ്ട് ഞാനങ്ങ് ഭാര്യയായി എന്നൊന്നും വിചാരിക്കണ്ട. മനസ്സിലായോ മിസ്റ്റർ കേശവൻ നായർ? അപ്പൊ സാറാമ്മ നേരത്തെ പറഞ്ഞതോ? എന്തു പറഞ്ഞു? എന്റെ ഭാര്യ ആകാമെന്ന്. ആയിട്ട്? സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദമാണ്. ആ, വിനോദം. അത് ജീവിതത്തിന്റെ എന്താണെന്നറിയാമോ? എനിക്കറിയണ്ട. തരക്കേടില്ലല്ലോ. ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ ഭാവമില്ല. ഞാൻ എടിയാണ്, പ്രാണനാഥയാണ്, ഇഷ്ടദാസിയാണ്. പറയൂ സാറാമ്മേ, എന്താണ്? എന്ത് വിനോദം? ജീവിതത്തിന്റെ സൗരഭ്യം. വിനോദം ജീവിതത്തിന്റെ സൗരഭ്യമാകുന്നു. മാതൃഭൂമി ബുക്സ് ഈ വായനാ ദിനത്തിൽ ഒരുക്കിയ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന നോവലിലെ കേശവൻ നായരും സാറാമ്മയുമായത് മോഹൻലാലും മഞ്ജു വാര്യരും. വായന മനുഷ്യന്റെ ഉൾക്കാഴ്ചയ്ക്കും ചിന്താഗതിക്കും ആക്കം കൂട്ടുന്ന ഒന്നാണ്. വായിക്കുക, തുടർന്നും വായിക്കുക. ഏവർക്കും മാതൃഭൂമി ബുക്സിന്റെ വായനാ ദിനാശംസകൾ.